ഇതൊരു കാസർഗോഡിലെ റഹീമിന്റെയും കൊടകിലെ കാവേരിയുടെയും ഒരു പ്രണയകഥയാണ്. ത്തിലെ 120-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന, ആയിരക്കണക്കിന് പ്രസാധകർ പങ്കെടുക്കുന്ന ഒരു പുസ്തകോത്സവത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഷാർജ 44ാമത് പുസ്തകോത്സവത്തിന്റെ വേദിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിൽ ഒന്നായ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ SIBF ഈ വർഷത്തെ 44ാമത്തെ പതിപ്പ് 2025 നവംബർ 5 മുതൽ 16 വരെ ഷാർജയിലെ എക്സ്പോ സെന്ററിൽ നടക്കുന്നു. ബിറ്റ്വീൻ യു ആൻഡ് എ ബുക്ക്, നിങ്ങൾക്കും ഒരു പുസ്തകത്തിനും ഇടയിൽ എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടുമുള്ള പ്രസാധകർ, എഴുത്തുകാർ, കലാകാരന്മാർ, വായനക്കാർ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് മേള. ഈ വർഷത്തെ പതിപ്പ് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലുതായിരിക്കും. ഇതിൽ 118 രാജ്യങ്ങളിൽ നിന്നുള്ള 2350-ലധികം പ്രസാധകരും പ്രദർശകരും 1200-ലധികം പരിപാടികളും 66 രാജ്യങ്ങളിൽ നിന്നുള്ള 250-ൽ കൂടുതൽ അതിഥികളുമാണ് ഉണ്ടായിരിക്കുക. ജമൈക്ക, നൈജീരിയ, മാലി, ചാഡ്, അങ്കോള, മൊസാംബിക്, ഗിനിയ, സെനഗൽ, വിയറ്റ്നാം എന്നിവയുൾപ്പെടെ 10 രാജ്യങ്ങൾ ആദ്യമായി മേളയിൽ പങ്കെടുക്കുന്നു. ഓരോ വർഷവും ലോക സാഹിത്യത്തെ രൂപപ്പെടുത്തിയ സാംസ്കാരിക പൈതൃകമുള്ള ഒരു രാജ്യത്തെ പുസ്തകമേള ആദരിക്കുന്നു. 2025-ൽ ഗ്രീസാണ് പ്രധാന ആകർഷണം. പ്രോഗ്രാമിൽ 58 ഗ്രീക്ക് പ്രസാധകരും 70-ലധികം പങ്കാളികളും, എഴുത്തുകാർ, സംഗീതജ്ഞർ, ചരിത്രകാരന്മാർ എന്നിവരുൾപ്പെടെ പങ്കെടുക്കുന്നു. ചെറിയ കുട്ടികളുടെ വിഭാഗത്തിൽ വളരെ വ്യത്യസ്തങ്ങളായ നിരവധി ബുക്സ് നമുക്ക് കാണുവാൻ കഴിയും. അക്ഷരമാലകൾ, അനിമൽസ് തുടങ്ങി ഓരോന്നും വളരെ പുതുമ നിറഞ്ഞവയും കുഞ്ഞു കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കുന്നവയും ആണ്. കൂടാതെ മുതിർന്ന കുട്ടികളുടെ ഇഷ്ടപുസ്തകങ്ങളായ വിംബി കിഡ്, ക്യാറ്റ് കിഡ്, ഡോഗ് ഡയറീസ്, ഡേവിഡ് വില്യംസ്, റൊണാൾഡ് ദാൽ പോലെയുള്ളവരുടെ വലിയൊരു കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഹാൾ 7-ൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ ബുക്സിന്റെ പവലിയനിലേക്ക് പോയാൽ ലിപി, ഹരിതം, ചിന്ത, പ്രിയദർശിനി, കൈരളി തുടങ്ങി നിരവധി പ്രസാധകരുടെ കീഴിൽ എണ്ണമറ്റ ശേഖരണമാണ് നമ്മെ സ്വാഗതം ചെയ്യുക. ജീൻ വാൽജീൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ മനുഷ്യനന്മ, നീതി, സ്നേഹം, ദാരിദ്ര്യം, രാഷ്ട്രീയ കലാപങ്ങൾ എന്നിവയെ ആധാരമാക്കി എഴുതപ്പെട്ട വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾ എന്ന നോവൽ ലോകസാഹിത്യത്തിന്റെ ഏറ്റവും സ്വാധീനമുള്ള കൃതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മലയാളത്തിൽ ഇത് പാവങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ലിബി പബ്ലിക്കേഷൻസിലെ പ്രിയ സുഹൃത്ത്. ഹായ് ഓൾ, ഞാനിപ്പോഴുള്ളത് ഷാർജ അന്തർദേശീയ പുസ്തക മേളയിലാണ്. ഇതൊരു പുസ്തകോത്സവമാണ്. ലോകത്തിലെ 120-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന, ആയിരക്കണക്കിന് പ്രസാധകർ പങ്കെടുക്കുന്ന ഒരു പുസ്തകോത്സവത്തിലാണ്. ഇവിടെ പുസ്തകങ്ങൾ വസന്തങ്ങളായി ഇറങ്ങി വരികയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ ലിബി ബുക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സാഹിത്യ പൈതൃക നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോടാണ് ലിബിയുടെ ആസ്ഥാനം. ഇവിടെ സാഹിത്യ തലസ്ഥാനമായ അറബ് രാജ്യങ്ങളുടെ സാഹിത്യ തലസ്ഥാനമായ ഷാർജയിലാണ് ഉള്ളത്. ഈ ബുക്കിന്റെ പ്രത്യേകത, ഇത് വിക്ടർ ഹ്യൂഗോയുടെ ലാബിറേ മല എന്ന ഫ്രഞ്ച് നോവലിന്റെ വിവർത്തനമാണ്. പാവങ്ങൾ എന്ന പേരിൽ വിക്ടർ ഹ്യൂഗോയുടെ ഈ കൃതിയിലാണ് ലോകപ്രസിദ്ധനായ ജീൻ വാൽജീൻ എന്ന കഥാപാത്രമുള്ളത്. വിക്ടർ ഹ്യൂഗോയെ കുറിച്ച് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിനെ ഇത്രയധികം സ്വാധീനിച്ചിട്ടുള്ള സാഹിത്യകാരനില്ല. ഒരു പുസ്തകം ഒരു ജനതയ്ക്ക് മേൽ എത്രമാത്രം സ്വാധീനം ചെലുത്തും എന്നുള്ളതിന് ഉദാഹരണമാണ് ഇത്. ഇതേപോലെ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഇവിടെ വിരിയുന്നത്. നമ്മുടെ പഴമയിൽ നിന്നും പുതുമയിൽ നിന്നും നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ പിറക്കുകയാണ്. സാഹിത്യം സംസ്കാരത്തിനും മാറ്റത്തിനും ഉപാധിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു. നമസ്കാരം. ഈ ഹാളിൽ ഓരോ അരമണിക്കൂറുകളിലും നിരവധി പ്രവാസി എഴുത്തുകാർ ഉൾപ്പെടെയുള്ളവരുടെ പുസ്തക പ്രകാശനം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഇത് ലേഖ ജസ്റ്റിന്റെ പിലാത്തിരി എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടക്കുന്നത്. ഹിറ്റ് FM ഫെയിം ശ്രീ ഷാബുവാണ് പ്രകാശനം നിർവഹിക്കുന്നത്. പ്രവാസിയും കാസർഗോഡുകാരിയുമായ എഴുത്തുകാരി ശ്രീ നസ്രീൻ ശംസുദന്റെ പുസ്തകത്തെക്കുറിച്ച്. ഇതൊരു പ്രണയകഥയാണ്. മനുഷ്യകുലത്തിന്റെ ആരംഭം മുതൽക്കേ ഈ ലോകത്ത് പ്രണയവുമുണ്ട്. അത് കാലങ്ങളിൽ, ദേശങ്ങളിൽ, വ്യത്യസ്ത ഭാഷകളിൽ അത് നമ്മൾ കണ്ടും കേട്ടും അറിയുന്നു.
ഇതൊരു കാസർഗോഡിലെ റഹീമിന്റെയും കൊടകിലെ കാവേരിയുടെയും ഒരു പ്രണയകഥയാണ്. ഇത് 1980 കാലഘട്ടത്തിൽ നടന്ന കഥയാണ്. ഇന്നും ഇതിലെ കഥാപാത്രം കൊച്ചുമക്കളൊക്കെയായി ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വായിക്കുക, റിവ്യൂ ഒക്കെ എഴുതുക. നല്ലൊരു റിയൽ സ്റ്റോറി ആസ്പദമാക്കി എഴുതിയ കഥയാണ്. താങ്ക് യു. ഡോക്ടർ പി എസ് കലയുടെ കൊടിയേരി എന്ന രാഷ്ട്രീയ മനുഷ്യൻ, കെ എൻ പണിക്കരുടെ കലുഷിതമായ കാലം, കെ ടിയുടെ പച്ചക്കലർന്ന ചുവപ്പ്, സ്വർഗസ്ഥനായ ഗാന്ധിജി, ഹാരിസ് യൂനുസിന്റെ കടൽ ഒരു ഗാലക്സി, അഡ്വക്കേറ്റ് എം പഴങ്കുളം മധു, ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ആർദ്ര മനസ്സ്, അങ്ങനെ മലയാളത്തിലെ എക്കാലത്തെയും രചനകൾ ഇവിടെ ലഭ്യമാണ്. പ്രവാസ ലോകത്തെ തന്നെ മറ്റൊരു എഴുത്തുകാരി ജയപ്രഭ തന്റെ പുസ്തകമായ മനസ്സിനെക്കുറിച്ച്. ഞാൻ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ നിന്നാണ്. എൻ്റെ 3ാമത്തെ പുസ്തകമാണ് മനസ്സ്. ഞാൻ ഇന്ത്യയിൽ അംഗീകൃതയായ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഇത് സൈക്കോളജി അതായത് ഒരു മനഃശാസ്ത്ര നോവലാണ്. ഫിക്ഷനായിട്ട് എഴുതിയിരിക്കുകയാണ്. പക്ഷേ ഫിക്ഷനിലെ എല്ലാ കഥാപാത്രങ്ങളും ഒറിജിനൽ ആയിട്ടുള്ളവരാണ്. എൻ്റെ ക്ലയൻസ് എന്നോട് തന്നെ ആവശ്യപ്പെട്ടിട്ട് ഇതൊന്ന് എഴുതുമോ, മറ്റുള്ളവർക്ക് കൂടി ഒരു ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു ആവശ്യാർത്ഥം ഞാൻ എഴുതിയതാണ്. കൂടുതൽ സമയം നാം ഇവിടെ ചെലവഴിക്കുകയാണെങ്കിൽ നിരവധി പ്രശസ്തരായ വ്യക്തികളെ നമുക്ക് കാണുവാനും പരിചയപ്പെടുവാനും സാധിക്കും. എനിക്ക് മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൽ വലിയ സംഭാവനകൾ നൽകിയ പ്രിയ ഫൈസൽ എലൈറ്റിൽ ഷമീർ ശർവാനിയെ പരിചയപ്പെടുവാനും സംസാരിക്കുവാനുമുള്ള അവസരം ലഭിച്ചിരുന്നു. പുസ്തകമേള എന്ന് പറയുന്നത് പുസ്തകങ്ങളും വായനയും ആഘോഷിക്കുന്ന ഒരു സാംസ്കാരിക വേദിയാണ്. വിവിധ പ്രസാധകർ, എഴുത്തുകാർ, പുസ്തകപ്രേമികർ ഒരുമിച്ച് വരുന്ന വലിയ ഒരു പരിപാടി. പുതുതായി പുറത്തിറങ്ങുന്ന സാഹിത്യകൃതികൾ, പഠന പുസ്തകങ്ങൾ, പ്രമുഖ എഴുത്തുകാരുടെ ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളും, കവിതാപാരായണം, നാടകങ്ങൾ, സംഗീതം, കഥാപ്രസംഗം തുടങ്ങിയ നിരവധി കലാപരിപാടികൾ, കുട്ടികൾക്കായി പ്രത്യേക കഥാവേദികൾ, ചിത്രകലാ മത്സരങ്ങൾ, എല്ലാ പ്രായക്കാരിലുള്ളവരിലും വായനയുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ പോകുന്നു ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ സവിശേഷതകൾ. പ്രവാസ ജീവിതത്തിലെ ജോലി തിരക്കിനിടയിൽ വീണ് കിട്ടുന്ന കുറച്ച് സമയങ്ങളിൽ വായിച്ചു തീർക്കുവാൻ ഞങ്ങളും വാങ്ങി ഒരു പിടി പുസ്തകങ്ങൾ. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന് തിരശ്ശീല വീഴുകയാണ്. 2026 സീസൺ 45 നമുക്ക് കാത്തിരിക്കാം.